പുതുതായി പണി കഴിപ്പിച്ച നമ്മുടെ വായനശാലയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രശസ്ത സീരിയൽ താരം നരേൻ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആരാധകരെ ശാന്തരാകൂ. ഒരു കാര്യം ചെയ്യടാ, 2 പടക്കന്റെ അന്നാക്കിന് കൂടിയിട്ട് പൊട്ടിക്ക്. ഫസ്റ്റ് ബെഞ്ചിരുന്ന് പഠിച്ച പഠിപ്പി ദേവൻ, അതേ ക്ലാസ്സിൽ ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് പഠിച്ച ഉഴപ്പൻ നാരായണൻകുട്ടി. എന്താ ഇപ്പൊ ന്യൂമറോളജിയാ? എവിടെയായിരുന്നു എവിടെയായിരുന്നു എവിടെയായിരുന്നു? ഇതെന്റെ അലമാരിയിലായിരുന്നു. നീ എവിടെയായിരുന്നു? എടാ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഒരു നടനായിട്ടുണ്ടായിരുന്നതാ. നിനക്കൊരു കാര്യം അറിയോ? ഞാൻ നിന്നെ എത്ര നാളെ കാത്തിരിക്കണു. നീ കാത്തിരുന്നോ? എവിടെ കാത്തിരുന്നു? എടാ എന്നും ടിവിയിൽ നിന്റെ സീരിയൽ കാണുമ്പോ ഞാനതിന്റെ പുറകിൽ പോയിട്ട് കാത്തിരിക്കടാ. എന്തിന്? എന്തെങ്കിലും നീ ഇറങ്ങി വന്നാലോ? ആ ടിവി പൊട്ടിത്തെറിച്ച് ഈ പട്ടി ചത്തുപോയാൽ മതിയായിരുന്നു. അത് പഴയൊരു ഓർമ്മ വെച്ച് ഞാൻ പറഞ്ഞാളാ. നിനക്ക് പറയാലോ, നീ ഇപ്പൊ വളർന്നു വലുതായി സെലിബ്രിറ്റി ആയി പൈസക്കാരനായി. എനിക്ക് ജോലിയും കൂലി ഒന്നും ഇല്ലല്ലോടാ. നീ ഇത്ര നന്നായിട്ട് പഠിച്ചിട്ട് നിനക്ക് ജോലിയൊന്നും ഇല്ലടാ. ആയിട്ടില്ലടാ. എന്റെ പൊന്നെ, നിങ്ങൾ ഇത് കേൾക്കണം കേട്ടോ. ഇവൻ ആരാന്നറിയാവോ? 8 ബിയിലെ 1-ാം നമ്പർ പഠിപ്പി, സ്ത്രീകളുടെ കണ്ണിലുണ്ണി, ടീച്ചർമാരുടെ ആരാമന്. ഒരു ജോലിയും കൂലി ഉണക്ക ചക്കയും മുറിക്കൊണ്ട് ഇങ്ങോട്ട് കൊണ്ട് കയറിയേക്കുന്നു. നീ ഒരുമാതിരി പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് എന്നോട് സംസാരിക്കരുതിട്ടാ. ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, നിനക്ക് എന്നെ കാണുമ്പോ ഇപ്പൊ എന്താ തോന്നണേ? വരിക്കച്ചൊക്കെ കാഴ്ച വയ്ക്കുന്ന തോന്നുന്നു. അതല്ലടാ, ഇതല്ല പ്രശ്നം. നിനക്ക് നമ്മുടെ സൗഹൃദത്തെ പറ്റി എന്താ തോന്നണേന്ന്? സൗഹൃദം, നമ്മുടെ സൗഹൃദത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴകും തോറും വീര്യം കൂടുന്ന കരിയോയിലാണ് നമ്മുടെ സൗഹൃദം. ഞാൻ വീഞ്ഞൊന്നും അടിക്കത്തില്ല, ഞാൻ കരിയോയിലെ അടിക്കത്തുള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ട. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നീ എന്നെ കാണാൻ വേണ്ടി ഇവിടെ വരെ വന്നല്ലോ. നീ എങ്ങനെയാണ് ഇവിടെ വരെ വന്ന്? ഞാൻ നടന്നിട്ടാ വന്ന്. എന്റെ പൊന്നെ, ഇത്ര പണക്കാരനായ സെലിബ്രിറ്റിയുടെ കൂട്ടുകാരൻ നടന്നു വന്നു, അതും ഈ വെയിലും കൊണ്ട്. പക്ഷെ ഇവിടുന്ന് ഒന്നും പറയണ്ട, ഇവിടുന്ന് പോകുമ്പോ നീ വെയിൽ കൊള്ളാതെ പോയിരിക്കും. നീ എനിക്ക് കാർ മേടിച്ചാൻ പോവാണ്. ഒരു കുട മേടിച്ചിട്ട് അതിന് കൊടുക്കൊണ്ട് വേണം എന്റെ ആവട്ടെ. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്താ? നിന്റെ അഭിനയം നിനക്ക് ഇങ്ങനെയാണ് മോനെ അഭിനയിക്കാൻ പറ്റണേ. എടാ നിനക്കൊരു കാര്യം അറിയോ? ഞാനൊരു ബോൺ ആക്ടറാണ്. എന്റെ വിരലുകൾ പോലും അഭിനയിക്കും. ഓവർ ആക്ടിങ് കാണിക്കുന്നതാ. നീ ഒരു സംഭവം കേട്ടോ. വേറെ കാര്യം അറിയോ? എന്നടാ? മലയാള ഇൻഡസ്ട്രിയിൽ എന്നെ അറിയപ്പെടുന്നത് അഭിനയത്തിന്റെ കാണ്ടാമൃഗം എന്നാണ്. ശരിക്കും അങ്ങനല്ല, അഭിനയത്തിന് സിംഹം എന്നല്ലേ? എടാ, ഈ സിംഹവും പുലിയൊക്കെ മോലാലും മമ്മൂട്ടിയും കൊണ്ടുപോയി. ഞാൻ നോക്കുമ്പോ ഒരു പട്ടിയുണ്ട്, കാണ്ടാമൃഗമുണ്ട്. എന്തിന് അവാർഡ് ഫംഗ്ഷനിൽ പോയി കാലുപൊക്കി മുള്ളാനാ? കാണ്ടാമൃഗം അത് തന്നെ മതി. ശരി ശരി, കാണ്ടാമൃഗം മതി, ഞാൻ സമ്മതിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇനി നിന്റെ വിശേഷങ്ങൾ പറയടാ. നിന്റെ കല്യാണം കഴിഞ്ഞോടാ? എടാ ചെറിയൊരു കല്യാണം ഞാൻ കഴിച്ചായിരുന്നു. ഒരു ഗതിയില്ലാത്ത ഇവനൊരു പെണ്ണ് കിട്ടിയട്ടാ. എടാ നീ ഒരിക്കലും അങ്ങനെ താഴ്ത്തി പറയരുത്. എടാ വയസ്സായി വരല്ലേ, അതുകൊണ്ട് താങ്ങാനായിട്ട് ഒരു തുണ അത്രേ ഉള്ളൂ. അപ്പൊ മക്കളൊക്കെയാ? മക്കളൊക്കെ ഒരു 6 പേര്. അപ്പൊ ചാരനിക്കുമല്ലായിരുന്നു, കൊണ്ട് മാറി വരുന്ന പട്ടി. അത് പോട്ടെ. നിനക്ക് വേറെ അറിയോ? നീ എന്റെ 2ാമത്തെ മോൻ ജോജിനെ കണ്ടിട്ടുണ്ടാ? ഈടാ നിന്നെ പോലെ തന്നെ പട്ടി വൃത്തിയാണ് പറഞ്ഞോടാ. നിന്റെ വീട് പോലും എനിക്ക് അറിയത്തില്ല. എന്തൊക്കെ നീ പറഞ്ഞ? അതല്ലടാ, അവര് നിന്നെ പോലെ ഈ സീരിയലിലൊക്കെ അഭിനയിച്ച് ചെന്നാണോ? അതാണ് അവന്റെ ഇഷ്ടം. അങ്ങനെയാണ് അവനെ ആ വഴിക്ക് തന്നെ വിടണം കേട്ടോ. നിന്നെ പോലെ മൊണ്ണയാക്കി വിടരുത്. ഒരുമാതിരി വർത്താനം പറയുന്നത് എനിക്ക് വിഷമാവില്ലേ? നിനക്കൊരു കാര്യം അറിയോ? പണ്ട് തൊട്ടേ എന്റെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടായിരുന്നടാ. നിന്റെ ഉള്ളിലല്ല, നിന്റെ വായിനുള്ളിലായിരുന്നു ഫയർ. അത് പൊക്കിയപ്പോൾ ആ സാറിന് എന്റെ മണ്ടയ്ക്ക് വെച്ചാൽ പോട്ടെ. അതൊക്കെ നമ്മൾ ചെറുപ്പത്തിലുണ്ടായ കാര്യങ്ങളല്ലേ. എന്തായാലും നമ്മൾ ഇത്രയും വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ടല്ലേ. നീ എന്റെ വീട്ടിലേക്ക് വരണം. നീ നോക്കിയേ, ഈ ഇരിക്കുന്ന വരിക്കച്ചക്കില്ലേ, അത് വെട്ടിട്ട് ചക്കത്തോരൻ, ചക്കുപ്പരി, ചക്ക പായസം, ചക്ക അട എല്ലാം ഉണ്ടാക്കി തിരിച്ചിട്ട് നമുക്ക് അവിടെ കിടന്ന് ഉറങ്ങണമെന്ന്. അപ്പൊ ഇന്ന് ഉറക്കമില്ല, മിണ്ടിയും പറഞ്ഞും കിടക്കാം. എനിക്ക് മിണ്ടാ സമയം. ഞാൻ ഉദ്ഘാടനം ചെയ്തേ. ഉദ്ഘാടന സമയമായിട്ടില്ല. ചേട്ടാ ഉദ്ഘാടനത്തിന് അധ്യക്ഷൻ വന്നിട്ടില്ല ഇവിടേക്ക്. ചേട്ടാ നമ്മുടെ പഴയ ഹിന്ദി മാഷില്ലേ, പുള്ളിക്കാരനാണ് അധ്യക്ഷൻ. പുള്ളി വന്നാൽ ഈ പരിപാടി നടക്കുള്ളൂ. പിന്നെ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം, പുള്ളിക്ക് പണ്ട് തൊട്ട് നിന്നെ കണ്ടെടുത്ത കണ്ടുകൂടാ. ഫേവറേറ്റ് സ്റ്റുഡന്റ് ഞാനാണല്ലോ, അതുകൊണ്ട് പുള്ളിനെ ഞാൻ ഡീൽ ചെയ്തോളാം. നീ ഇവിടെ മറന്ന് പുള്ളി വരുമ്പോ നീ ഇടയിൽ കയറി വരുത്തിട്ടാ. അമ്പത്തൊന്നക്ഷരം ചൊല്ലി പഠിപ്പിച്ചോരൻ ഗുരുനാഥനല്ലേ, അന്തിക്കീറുട്ടിലെ വൃത്തം തെളിയിച്ച കൈത്തിരി നാളമല്ലേ. 51
മേരെ പ്യാരെ വിദ്യാർത്ഥിയോ, എന്റെ ഫേവറേറ്റ് കുട്ടിയല്ലേ, വാ മാഷിനടുത്തേക്ക് വാ. അതേ പോയി എന്റെ ഫേവറേറ്റ് വിദ്യാർത്ഥി, ഇങ്ങോട്ട് വാ. മാഷേ ഞാനോ ഫേവറേറ്റോ? നീ അല്ലേ സീരിയൽ നടൻ, നീ എന്റെ ഫേവറേറ്റ്. മാഷേ മാഷേ ദേ എന്നെ മനസ്സിലായില്ലേ പഠിപ്പിച്ചിട്ട്? ഇല്ല മനസ്സിലായില്ല. അല്ല മാഷേ മാഷേ ശരിക്കും ഓർത്തു വെക്കന്നെ. ഞാൻ മനസ്സിലായെന്ന് പറഞ്ഞല്ലടാ. മാഷേ എന്താടാ? ദേ മാങ്ങണ്ടിക്ക് കൂട്ടുപോ. മാങ്ങാണ്ടി മാങ്ങാണ്ടി നീയാണോ ഇത്? നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? എനിക്ക് ജോലിയൊന്നുമില്ല. എന്റെ ഉമ്മ എവിടെ? തരാം, കണ്ണടച്ചേ. ഓ കൂലിയില്ല കൂലിയില്ല. മാഷിന് ശരിക്കും എന്നെ മനസ്സിലായോ? ശരിക്കും നിന്നെ മനസ്സിലായെന്നോ? മാഷിന് ഒരു ഓർമ്മക്കുറവില്ല. എനിക്ക് കറക്റ്റ് മനസ്സിലായി. നിങ്ങൾക്ക് അറിയാമോ, പണ്ട് എന്റെ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് ഇവൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പൊ ഞാനോ? നീ ഗോഡൗൺ ആണ്. അറിയില്ലേ? മാഷ് പറയുന്നത് സത്യമാണോ? സത്യമാണെന്നോ? അത് ഉള്ള പറയാലോ. ഞാൻ നിന്റെ ഭയങ്കര ആരാധകനാ. നിന്റെ എല്ലാ സീരിയലും ഞാൻ കാണും. 9 മണിക്ക് എന്റെ സീരിയൽ ഉണ്ടല്ലോ, എന്താ അത്? ഞാൻ വഴി പിഴച്ചവൻ, ഞാൻ വഴി തെളിച്ചവൻ. അത് മാത്രമല്ല 10 മണിക്ക് എന്റെ സീരിയൽ ഉണ്ടല്ലോ, എന്റെ കുത്തിത്തിരിപ്പ്, എന്റെ കാത്തിരിപ്പ്. ഒന്ന് മാഷെ 11 മണിക്ക് എന്റെ ഒരു സീരിയലുണ്ട്. ദൈവത്തോർത്ത് മാഷ് അത് കാണുന്നു കേട്ടാ. എന്താ സീരിയലിന്റെ പേര്? തച്ചോളി അമ്പു. എടാ ഞാനൊരു ഹിന്ദി അധ്യാപകനല്ലേ, അപ്പൊ എനിക്ക് അങ്ങനെ ഈ മലയാളമാക്കാന്നും വഴങ്ങത്തില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഉള്ളത് പറയാലോ, എന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് എല്ലാം നിന്റെ ഭയങ്കര ഫാൻസാ. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ സ്റ്റുഡൻസ് പറഞ്ഞ എന്റെ അടുത്ത് ചോദ്യം ചോദിക്കണമെന്ന്. നിനക്ക് എങ്ങനെയാണ് ഈ അഭിനയം, നീ എവിടെന്നാ പഠിച്ചത്? ഞാൻ അഭിനയം പഠിച്ചത് ഇച്ചാക്കയുടെ അടുത്തുനിന്നാ. ഈ ചക്കക്ക് ഇത്രയും കഴിവുണ്ടോ? ഞാൻ എന്നാ സ്കൂളിൽ കൊണ്ടുപോകും. ഈ ചക്കയല്ല, ഇച്ചാക്ക മമ്മൂക്കായിരുന്നു. എന്നാ കുഴപ്പമില്ല, ഞാൻ ചക്ക തിരിച്ചു വെക്കട്ടെ. ആ ചക്ക ഞാൻ തിരിച്ചു വെച്ചു. സീരിയലിൽ മാത്രമല്ല സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. സന്തോഷമുണ്ടാ? മാഷിന്റെ കുട്ടി വലുതായില്ലേ? സന്തോഷമുണ്ട്. എന്താ സിനിമയുടെ പേര്? അതൊരു സോംബിപ്പടമായിരുന്നു. എന്നോട് എമ്മാരി വൃത്തിരപടത്തിലാ പോയി അഭിനയിക്കുന്നത്. അയ്യോ മാഷെ സോംബി അത് ആ സോംബി എന്നായിരുന്നു. ഇപ്പൊ ഓക്കെ. മാഷേ പഠിപ്പി എന്താ പൊടിച്ച്? കുടിച്ചല്ല മാഷേ, പഠിപ്പി. കുറെ നേരം ഇവനോട് സംസാരിക്കുന്നു. എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്ക്. നിന്നോടൊന്ന് ചോദിക്കാം. നിന്നോട് ചോദ്യം ചോദിക്കാം. ഒരു കാര്യം ചെയ്യ്, 500 നോട്ട് കാണുന്ന സ്ഥലത്തിന്റെ പേര് പറയാം. എവന്റെ 500 ഉണ്ടെന്ന് ചോദിക്കും, പിന്നെ അല്ല സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. അത് കറക്റ്റ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നായി. ഇപ്പൊ ഇവനാണല്ലോ മാഷിന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റ്. എടാ, മനുഷ്യനെ ബഹുമാനിക്കാൻ അറിയുന്ന എല്ലാരും എന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റാ. എവനറിയാം? പറടാ, ആരൊക്കെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്? പറഞ്ഞോട്. മാതാപിതാ. കണ്ട് പറയടാ എന്റെ ചെറുക്കന്. ബാക്കിയുടെ പറഞ്ഞു കുറവാൻ കേക്കട്ടെ. മാതാ പിതാ കഞ്ഞിയമ്മ ദൈവം. എനിക്ക് കഞ്ഞിയമ്മ ഫേവറേറ്റ്. എനിക്കതാ ഇഷ്ടം. എന്തെങ്കിലും ആവട്ടെ, പക്ഷെ കഞ്ഞിയമ്മയും നല്ലൊരു ആളാണല്ലോ, അത് കുഴപ്പമില്ല. കേട്ടോ. പക്ഷേ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്. നീ പണ്ടോട്ട് എന്നെ ചോദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിച്ചാണ് മിണ്ടാടാ. പക്ഷെ ഈ ചെറുക്കൻ അന്നോട്ട് ഇന്നോട്ട് എന്റെ ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ടില്ല. മോനെ, നിന്റെ ടേണാണ്, നീ ചോദിക്കാ ചോദ്യം. എനിക്കൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് ഹിന്ദിയില. മാഷിന് അറിയാവോ? ഞാൻ സംസ്കൃത മാഷല്ല, ഹിന്ദി മാഷ. ചോദിക്കട്ടെ? ചോദിക്ക്. ചാച്ചാ വസ്തുക്കുൻ ഹയ്യേ, ചാച്ചാ വസ്തുക്കുൻ ഹയ്യേ ഒന്ന് പറഞ്ഞു തരുമോ മാഷെ? സിമ്പിൾ അല്ലേ ഇതിന്റെ അർത്ഥം? മലയാളക്കാരെ തേടിയിരിക്കുന്ന വാക്കാണ് കേട്ടോ. ചാച്ച എന്ന് വെച്ചാല് അച്ഛൻ, വാസ്തുക്കളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുക്കളെല്ലാം. പിന്നെ ഒരു വാക്ക് പറഞ്ഞല്ലോ, അയ്യേ പോയേ. അച്ഛന്റെ വസ്തുക്കളെല്ലാം പോയേ എന്നാണ് കവി ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. കണ്ടോടാ മാഷി ഞാനാണ് ഫേവറേറ്റ്. കണ്ട ഉത്തരം പറഞ്ഞതാണ്. കണ്ടോടാ നീ എന്റെ ഫേവറേറ്റ്. ശരിക്കല മാഷേ, എനിക്കൊരു സത്യം പറയാനുണ്ട്. എന്താ? മാഷിനെയും ജലജ ടീച്ചറിനെയും കുറിച്ച് ഈ നാട്ടിലുള്ള എല്ലാ അപവാദം പറഞ്ഞു വരുത്തിയത് ഇവ ഒറ്റൊരുത്തനാ. സത്യമാണ് ഞാൻ കേട്ട്. നീയാണോ? ഒന്നും പറയണ്ട, എനിക്ക് സന്തോഷമായി. നീ അന്ന് അങ്ങനെ പറഞ്ഞേക്കൊണ്ടാണ് എന്റെ കല്യാണം നടന്നത്. ഞാൻ ജലജിത്തിന്റെ ഹസ്ബൻഡ് ആണ്ട്രാ. നന്ദി. കണ്ടോടാ ഞാൻ കാരണമാണ് മാഷിന്റെ കല്യാണം നടന്നത്. അടുത്ത എന്റെ ചാൻസാ മാർക്ക്. മാഷേ, എനിക്ക് വേറൊരു സത്യം കൂടി പറയാനുണ്ട്. മാഷിൻ ടീച്ചറെയും കുറിച്ച് ഈ ബാത്റൂമിൽ തൂലിക ചലിപ്പിച്ചില്ലേ, അത് ഞാനാ മാഷേ. എന്റെ പെണ്ടാട്ടിയെ കുറിച്ച് കണ്ണി കണ്ട എഴുതിയ നീ ആണല്ലോ പട്ടി. എന്റെ പൊന്ന് മിസ്റ്റർ ബിന്റെ ഫിറോനെ നിന്ന് മതിയാക്കുന്നു. അയ്യോ, രണ്ടും കൂടെ ഇടുന്ന് എന്റെ മുതു കെട്ടലായാലാണ് നീ കേൾക്ക. ഇനി കിടന്ന് അടി വിടാൻ പോടാ. ഞാൻ എന്താ പഠിപ്പിച്ചേ? അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണോടാ, സ്നേഹിക്കണം. നമ്മൾ ആ പഴയ ചെറുപ്പകാലത്തിലേക്ക് ഞാൻ ഒരു നിമിഷം ക്ലാസ്സിൽ അനുസരിച്ച് നമ്മൾ ആ സമയത്തൊക്കെ എന്തുമാത്രം ഗെയിം കളിക്കുമായിരുന്നല്ലോ. സത്യമായിട്ടും എനിക്കിപ്പോ നിന്റെ കൂടെ ഏതെങ്കിലും ഒരു പഴയ ഗെയിം കളിക്കാൻ തോന്നുന്നു. അങ്ങനെയാണ് നമുക്ക് മാസ്റ്റോർ കളിച്ചാലോ? അന്ന് മാഷിനെ വിളിച്ചാലോ? വിളിക്കാം. വിളിക്കാം. പക്ഷേ എന്താ മക്കളെ?
മാഷെ ഞങ്ങളൊരു ഗെയിം പങ്കെടുക്കുവോ? പണ്ടേ എനിക്ക് നിങ്ങൾക്കൊന്നും അങ്ങനെ സഹായിക്കാൻ പറ്റിയില്ല. ഇപ്പൊ നിങ്ങൾ എന്നോളമായില്ലേ, ഇനി മാഷിന് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യാലോ? പറ, നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്തു തരാം? നമുക്കെന്നാ മാസോറി കളിച്ചാലോ? കളിക്കാം, അതിപ്പോ എന്താ? അറിയാലോ മാഷെ, അറിയാലോ. മാ പറഞ്ഞ ഇടി കേട്ടോ, അത് ഇനി സോറി പറഞ്ഞാലേ ഇടി നടത്തുള്ളൂ. മാഷിനെ നീ പഠിപ്പിക്കണ്ട, മാഷിനെല്ലാം അറിയാം. നീ കളി തുടങ്ങിക്കോ. തുടങ്ങാം. ഇതിങ്ങനെയാണോ? എങ്ങനെ പിടിച്ചിട്ട് 1 3 മുകളിലോട്ട് പോയത്? അറിയാലോ, ആ വാക്ക് പറഞ്ഞ ഇടിയാണേ. മാ പറഞ്ഞ ഇടിയാണെന്ന് മാഷിന് അറിയാൻ. എന്റെ മുതു, എന്റെ മഞ്ഞമലയിലില്ല മാമേ. പതി പതി പതി. എന്റെ 2 തുള്ളി മൂത്രം പോയി. മാഷിന് മതി, മാഷിന് ഗെയിമിനില്ല, നിങ്ങൾ ആയിക്കോളൂ. മാഷ്ക്കത് ഇഷ്ടപ്പെട്ടില്ല നല്ല കളിയായിരുന്നല്ല. എനിക്ക് പോയിട്ട് തിരക്കുണ്ട് കേട്ടോ. എന്നെ ആ കോമഡി മാസ്റ്റേഴ്സിലെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്, മറ്റേ ഡയറക്ടർ അനു സാറേ. എനിക്ക് പോണം. ഫോട്ടോ മോനെ, നീ പോരെ, നില്ല്. നീ പോകുമ്പോ ഇവനെ ഒന്ന് കൊണ്ടുപോടാ, ഒന്ന് രക്ഷപ്പെടുത്തി ഇറ അവനെ. മാഷ് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലായി. ഈ കാലഘട്ടത്തില് പഠിച്ചവൻ പെടും, പഠിക്കാത്തവൻ രക്ഷപ്പെടും. പൊന്നു മക്കളെ, വാ, മാഷ് പറഞ്ഞുതരാം. പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ജീവിതത്തിൽ കഷ്ടപ്പെടാൻ താല്പര്യമുണ്ടോ, നിങ്ങൾ രക്ഷപ്പെടും. അത് ചെയ്തില്ലെങ്കിലോ പെടും. അത്രേ ഉള്ളൂ. ഒരു കാര്യം ഉറപ്പ് പറയാം, ഇതുപോലത്തെ ഒരു ടീച്ചറോ സാറോ എല്ലാവരുടെയും ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്ത് സീരിയലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ ആ ടീച്ചറിന് ഞാൻ അഭിനയിക്കുന്ന ഒന്നും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇതുപോലെ സീരിയലിന് ഷൂട്ടൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോൾ എന്നെ മാത്രം ഒറ്റയ്ക്ക് പിടിച്ചിരുത്തി ടെസ്റ്റ് പേപ്പർ എഴുതിപ്പിക്കും. എന്നിട്ട് 1/2 മാർക്കിന് 1 മാർക്കിനൊക്കെ എന്നെ തോപ്പിച്ചിട്ട് ക്ലാസ്സിന് പുറത്തൊക്കെ പിടിച്ചിരുത്തും. ഞാൻ മറ്റേ പുറത്തിങ്ങനെ എല്ലാവരും ചാറ്റൊക്കെ കാണിച്ച് ആ സെറ്റപ്പ് ആയിരുന്നു. അങ്ങനെ അതിനുശേഷം ഇത് വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഞാൻ ആ ടീച്ചറിനെ കണ്ടപ്പോൾ ഇതുപോലൊരു സ്നേഹപ്രകടനം ഞാനൊന്ന് കണ്ടിട്ടുണ്ട്. എനിക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് അനുഭവമാണ്. ഞാൻ പഠിച്ചത് BSc ഫിസിക്സ് ആയിരുന്നു. അപ്പൊ കറക്റ്റ് ഈ സയൻസ് വിഷയങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് സ്ട്രിക്റ്റ് ആണല്ലോ. പക്ഷെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ ഈ യൂണിയൻ പിന്നെ ഇന്റർ കോളേജ് ഫെസ്റ്റ് ഇങ്ങനെ ഫുൾ ഇങ്ങനെ പുറത്താണ്, ക്ലാസ്സിൽ കയറില്ല, ഭയങ്കര ഉഴപ്പായിരുന്നു. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ആക്ച്വലി സ്ട്രിക്റ്റ് ആവേണ്ടതാണ്. പക്ഷെ എൻ്റെ ടീച്ചേഴ്സ് ആയിട്ട് ഭയങ്കര എൻകറേജ്മെന്റ് ആയിരുന്നു. അവരെ പഠിക്കുന്ന സമയത്തും അതിന് ശേഷമൊക്കെ ഇന്ന സ്ഥലത്ത് പോരാ, എന്നാൽ ശരി പോയിട്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അവിടുത്തെ ശേഷം എന്തൊക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്തോ, ഇങ്ങനെ ചോദിക്കുന്നു. ഞാനും ആലിസും സെയിം കോളേജ് ആയിരുന്നു, ഓൾ സയൻസിലായിരുന്നു. അപ്പം ഭയങ്കര നല്ല ടീച്ചേഴ്സ് ആയിരുന്നു എന്റെ കൂടെ എന്നെ പഠിച്ച ടീച്ചേഴ്സ് എല്ലാം. പക്ഷെ നമ്മുടെ അടുത്ത് ചില ടീച്ചേഴ്സ് പഠിക്കാൻ പറയുന്നതിന്റെ ഒരു റീസൺ ഈ പറയുന്ന പോലെ ഇതില്ലെങ്കിൽ ഒന്ന് നല്ല രീതിയിലാണ് അവര് പറയുന്നത്. എന്തായാലും ഇവിടുത്തെ സ്കിറ്റ് അടിപൊളിയായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒരുപാട് ഓർമ്മകളിലേക്ക് നമ്മൾ ആ കൂട്ടത്തിൽ അങ്ങ് പോയി അല്ലെ. എന്തായാലും ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്കിനി നോക്കിയാലോ. ഓക്കെ, ഹിന്ദി സാറേ റെഡിയാണോ നോക്കാൻ? വായോ നോക്കാം. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ 30,000 rupees ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ശ്വേത ചേച്ചി.